നമ്മുടെ തുണികളുടെ സ്റ്റിച്ച് പെട്ടെന്ന് പിടിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണിത്. നമ്മുടെ സ്റ്റിച്ചിങ് കിറ്റിലുണ്ടാവുന്ന ഒരു ഉപകരണമാണിത്. മിക്കവർക്കും അറിയുന്നതായിരിക്കും. സ്റ്റിച്ചിങ് ഒക്കെ അറിയുന്നവർക്ക് ഇത് ശരിയായ ഉപയോഗം അറിയുമായിരിക്കും. പക്ഷേ അറിയാത്തവരായിട്ട് കുറേ പേരുണ്ട്. ഇതിന് രണ്ടറ്റങ്ങളാണ്. ഒന്ന് ഉരുണ്ട വശം, ഒരു റെഡ് കളറിൽ കണ്ടില്ലേ, പിന്നെ ഒരു ഷാർപ്പായിട്ടുള്ള വശം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, എവിടെയാണോ നമുക്ക് സ്റ്റിച്ച് അഴിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ആ സ്റ്റിച്ച് ഈ ഷാർപ്പായ വശം വെച്ചിട്ട് ആ നൂലിൻ്റെ ഉള്ളിലേക്ക് ആ ഷാർപ്പായ വശം ഇങ്ങനെ കൊളുത്തിയതിന് ശേഷം ഒന്നിങ്ങനെ ഒരല്പം ഫോഴ്സ് കൊടുത്താൽ ആ സ്റ്റിച്ച് പൊട്ടും. അപ്പോൾ ആ സ്റ്റിച്ച് 2-3 സ്റ്റിച്ച് അങ്ങനെ പൊട്ടിച്ചതിന് ശേഷം ആ റെഡ് ഉരുണ്ട വശമില്ലേ അത് ഉള്ളിലേക്ക്, അതായത് ആ സ്റ്റിച്ച് പിടിച്ചതിൻ്റെ ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് ആ റെഡ് വശം വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കാം, അല്ലെങ്കിൽ നമ്മളെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കണ്ടു. അപ്പോൾ ഇതുപോലെ ആ ഉരുണ്ട വശം സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക്, ആ ഗ്യാപ്പ് വന്നതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ എത്ര വലിയ സ്റ്റിച്ച്, കൂടുതൽ സ്റ്റിച്ച് ആണെങ്കിലും 1 സെക്കൻഡ് കൊണ്ട് നമുക്ക് സേഫായിട്ട് അഴിച്ചെടുക്കാം. സേഫായിട്ട് അഴിച്ചെടുക്കുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഈ ഷാർപ്പായ വശമാണ് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ വലിക്കുന്നതെങ്കിൽ തുണി കീറിപ്പോവും. എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. തുണി കീറിപ്പോവും, നമ്മളറിയില്ല, പെട്ടെന്ന് വലിക്കുമ്പോൾ കാണാം തുണി കീറിപ്പോവും. അപ്പോൾ നല്ല ഉടുപ്പുകളൊക്കെ ആണെങ്കിൽ അത് പിന്നെ ഇടാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് സേഫായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു തുണിക്ക് ഒരു ഡാമേജും ഇല്ലാതെ തന്നെ നമുക്ക് മുഴുവൻ സ്റ്റിച്ചും നിമിഷ നേരം കൊണ്ട് അഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ കാണിക്കാം. കണ്ടോ, സ്റ്റിച്ചിങ് ഞാൻ കുറച്ച് നൂല് പിടിച്ചിട്ടുണ്ട്. ഇനി ആ ഗ്യാപ്പിലേക്ക് ഉരുണ്ട വശം വെക്കാം. അങ്ങനെ വെക്കണം, കണ്ടോ. ഇനി ആ വിടാത്ത ഭാഗത്തുനിന്ന്, അതായത് നൂല് വിടാത്ത ഭാഗത്തിൻ്റെ ജസ്റ്റ് മുകളിലുള്ള ഗ്യാപ്പിലേക്ക് ഉരുണ്ട വശം വയ്ക്കാം. ഇനി ഇതുപോലെ വലിച്ചു കൊടുക്കാം. നേരെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒറ്റയടിക്ക് തന്നെ മുഴുവൻ അഴിച്ചെടുക്കാൻ പറ്റും. തുണിയൊന്നും ഒട്ടും കീറിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ ഉപയോഗം. ഇത് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, അറിയാത്തവരുണ്ടെങ്കിൽ.